കളിക്കാൻ പോകുന്നത് എസ്കേപ്പ് ഫ്രം പേരെന്തുവായിരുന്നു ഗൈസ്? ഞാൻ മറന്നുപോയി. ഞാൻ ഒന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്ന് നോക്കട്ടെ എൻ്റെ പേര്. പ്രിറ്റി നേഴ്സ് ഫസ്റ്റ് പേഴ്സൺ ഓബിന അറിഞ്ഞൊരു ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആണെങ്കിൽ മറന്നുപോയി ഗൈസ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പ്ലേ കൊടുത്തേക്കാം. അപ്പോൾ ഈസി ലെവലാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. കാരണം ഹാർഡ് ലെവലൊക്കെ കളിക്കാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ വീഡിയോ ഇല്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്തേരെ ഗൈസ്. അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ് നമ്മൾ അത് ഈസി എടുത്തത്. അതൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഇതോ അവിടെ ഒരു ഫോണുണ്ട്, നമുക്ക് ആ ഫോൺ എടുക്കാം. അയ്യോ ഗൈസ് നമ്മൾ തറയിൽ വീട്. എന്തായാലും നമുക്ക് പറ്റുന്ന അത്രയും മാക്സിമം അതാ പോയി ഗൈസ്. ഇതെന്ത് കഷ്ടമാണ്. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ 52 സബ്സ്ക്രൈബേഴ്സ് കിടക്കുവാണ് ഗൈസ്. ഇതൊന്നും എടുത്തേക്കട്ടെ, എന്നിട്ട് ഞാൻ വിധിച്ചാൽ ഗൈസ്. അല്ലാതെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങ് കയറി ചത്തു എടുത്തത്. അപ്പം നമുക്കിതാ പെട്ടത്. അയ്യോ ഗൈസ് അതൊന്നും പരിപാടിയാണ്. ഞാൻ ജസ്റ്റ് മിസ്സിലാതെ പോയി. പിന്നെ നിങ്ങൾ ആരും എൻ്റെ സ്ക്വിഡ് ഗെയിമിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ? അപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് കാണാൻ നോക്കാം ഗൈസ്. ഇതെന്താണ് ഗൈസ് എനിക്കത് പറ്റാത്തത്? നമുക്കൊന്നും കൂടി നോക്കാം. യെസ് ഗൈസ് നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എത്താം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഫസ്റ്റ് അവിടെ വരും. ഞാൻ ഈ ഗെയിം 2-3 പ്രാവശ്യം കളിച്ചു നോക്കി ഗൈസ്. അപ്പം എനിക്കപ്പം അറിയാം ഇത് എങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം നമുക്ക് അയ്യോ ഗൈസ് അപ്പം നമ്മൾ തറയിലോട്ട് വീണിട്ടുണ്ട്. എന്തായാലും നമുക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നേരെ ഇനി പോയി 14% പ്രോഗ്രസ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വരുമ്പോൾ 17 ഓക്കെ. ഇതായി ഇവിടെ തിരികൂടി നമ്മളിതാ അവർ പിടിക്കാൻ വരുന്നുണ്ട്. നമ്മുടെ കിൻഡർ ഗാർഡനിലെ ടീച്ചർ നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. നോക്കുതാ മഞ്ഞ എടുത്തേക്കാം, ഡ്രോപ്പ് ചെയ്യാം ഗൈസ്. എന്നിട്ട് നമുക്കിതാ നേരെ ചെന്നിട്ട് ആ റെഡ് എടുത്തേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ റെഡ് എടുത്തിട്ട് ഇങ്ങനെ ചാടി ഡ്രോപ്പ് ചെയ്താൽ മതി. അതിൻ്റെ മണ്ടേക്കൊണ്ടിരുന്നോളും. ഇനി ഇതെടുക്കുക, ഇവിടെ ഡ്രോപ്പ് ചെയ്യുക. ഇപ്പം നമുക്കിവിടെ ഒരെണ്ണം വെച്ചാൽ മതിയായിരുന്നു ഗൈസ്. ചുമ്മാ അത്രയും കഷ്ടപ്പെട്ട അത്രയും എടുത്തു. ഇവിടെ ഒറ്റെണ്ണം വെച്ച് ഇച്ചിരി കൂടി ഇവിടെ മാറ്റി വെക്കാം ഗൈസ്. അതാകുമ്പോൾ നമുക്ക് ഈ ബ്ലോക്ക് ചെയ്യാം ഗൈസ്. എത്താൻ പറ്റും ഗൈസ്. പക്ഷെ ഒരു ബ്ലോക്ക് കൂടി വേണം. അപ്പോൾ നമുക്ക് 3 ബ്ലോക്ക് എന്തായാലും ഉപയോഗിക്കണമല്ലോ. ഓക്കെ നമ്മളിതാ ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി അടുത്തത് ഡ്രോപ്പ് കൊടുക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഓക്കെ ഗൈസ്. അപ്പോൾ കിട്ടി ഗൈസ്. നമ്മളങ്ങനെ അതിൻ്റെ വണ്ടേക്കോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തറയിലോട്ട് പോകാം. നമുക്ക് മാക്സിമം ഇത് പെട്ടെന്ന് തീർക്കണം ഗൈസ്. ഇവിടെ ഒരു ടൈമർ കിട്ടും ഗൈസ്. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ തീർക്കണം. ഈ ഫോണേ ഗൈസ് ഞാൻ 2-3 പ്രാവശ്യം കളിച്ചപ്പോൾ എനിക്ക് 4 എണ്ണമൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എവിടെയൊക്കെയാണ് ഫോൺ ഇരിക്കുന്നതെന്ന് പറഞ്ഞു തരണേ ഗൈസ്. എന്നിട്ട് എനിക്ക് ആ ഫോണിൻ്റെ അതൊന്ന് നോക്കണം. കമൻറ്റ് ചെയ്തേക്കണം ഗൈസ് ആ ഫോൺ എവിടെയൊക്കെ ഇരിക്കുന്നതെന്ന് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്. പിന്നെ ഇവിടെ ഒരു ഫോണുണ്ട്, പിന്നെ അപ്പുറത്തൊരു ഫോൺ. അത്രയും ഫോൺ എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ചാടി എന്തായാലും ഇവിടെ കൂടി കയറാൻ പറ്റത്തില്ല. സാധാരണ ഇങ്ങനെ കയറി വരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ കയറാൻ പറ്റും. അയ്യോ ഗൈസ് പോയി. പക്ഷെ പോയി കഴിഞ്ഞാൽ നഷ്ടമാണ്. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് മറ്റേതിനെക്കാട്ടും സിമ്പിൾ ആക്കാല്ലേ. നമ്മളെന്തോ ക്ലൈംബ് ചെയ്തത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഗൈസ്? ഓക്കെ ഗൈസ് നമ്മൾ ചടി എത്തി. നമുക്ക് നേരെ ഇങ്ങോട്ട് ചെല്ലാം ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ലേസറിലൊന്നും തട്ടാതെ പോകണം. ചാടിക്കോ. അപ്പം ഗൈസ് ഞാൻ ഇത് ലൈഫ് കളയാതെ കയറി ഇറങ്ങി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഗൈസ് അതെന്തുവാണ് ഗൈസ്? അത് ഞാൻ അറിയാതെ തട്ടിപ്പോയി. എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും പറഞ്ഞു. എന്തായാലും ഗൈസ് നമുക്ക് വളരെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഗൈസ്.
ഞാനിപ്പോൾ ഒരു തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. ഇപ്പം നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം 1 മാസമായിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇനി ഇയാളെ തോപ്പിക്കുക നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു 5-6 വെടിയൊക്കെ നോക്കണം. അതെന്തുവാ ഗൈസ്? നമുക്ക് വെടിവെക്കാം. അയാളുടെ ഹെൽത്ത് ഇച്ചിരി ഞാൻ കുറച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വിടാം. നമുക്ക് ചാടി പോടാം ഗൈസ്. അതാകുമ്പോൾ പെട്ടെന്ന് ഇച്ചിരി കൂടി ദൂരെ എത്താൻ പറ്റും. 2-3 വെടി. അയ്യോ പിടിച്ച് ഗൈസ് നമ്മളാ. നമുക്ക് എന്തായാലും ഒന്നും കൂടി നോക്കാം. അടുത്ത പ്രാവശ്യം ഞാൻ നേരത്തെ വെടിവെച്ചപ്പോഴേ ഗൈസ് കണ്ടോ? ഇപ്പോൾ കൊള്ളുന്നുണ്ട്. കിട്ടി. അതാകുമ്പോൾ അവൻ്റെ മാക്സിമം ഹെൽത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു രീതി ചെയ്താൽ എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറണം. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും അയാൾ അതിൻ്റെ മണ്ടയ്ക്കോട്ട് കയറും. നമ്മൾ അവൻ്റെ ഹെൽത്ത് പകുതി മുക്കാലും കുറച്ചിട്ടുണ്ട്. അയ്യോ പിടിക്കല്. അവർ നമ്മളങ്ങനെ കൊന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോയേക്കാം. അപ്പോൾ നമ്മളിതാ നമ്മൾ ഇതെന്തോ റിവ്യൂ. ഓക്കെ മാറി. നമുക്ക് ബി എടുക്കാം, എ എടുക്കാം, ബി ഇവിടെ ഒട്ടിക്കാം. സി എന്തേ ഗൈസ്? സി കിട്ടി. സി ഇവിടെ ഒട്ടിക്കാം. അപ്പോഴത്തേക്കും ഒരു ഡോറോ ഗൈസ കീറുന്നില്ല. ഓക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് കറക്റ്റ് ലെറ്റേഴ്സ് ഓരോ ഇതെന്ന് പറഞ്ഞു കറക്റ്റ് ലെറ്റേഴ്സ്. ഓക്കെ ഗൈസ് ഇതിൻ്റെ സിമ്പിളാണ്. ഇങ്ങോട്ട് ചാടുത്തു പട്ടയ്ക്കോട്ട് ചെല്ലുന്നു ഗൈസ്. അപ്പോൾ നമ്മളിതാ നേരെ പോകുന്നു. ഇത് നമ്മൾ ഓടി ഇങ്ങനെ പോകാൻ പറ്റുന്നത്. അതിങ്ങനെ നമ്മൾ അരക്കാതെ വെച്ചാൽ മതി ഗൈസ്. അതായത് പോകാതിരിക്കും. പക്ഷെ അത് സൂക്ഷിച്ച് വെക്കണം. സൂക്ഷിച്ച് കൈ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതായത് ഓടി പോകാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് നമ്മളിപ്പം പോയത് ഗൈസ്. ദാ കിടക്കുന്നൊരു ഫോൺ. നമ്മൾ ചുമ്മാ അല്ല 4 ഫോണല്ല 5 ഫോണാണ്ടേ അല്ലേ. ഒരെണ്ണം നമുക്ക് അവിടെ നിന്ന് കിട്ടി, 2 എണ്ണം അവിടെ നിന്നിട്ടേ ആവുമോ. അപ്പോൾ 4 ആകത്തുള്ളൂ. കൊള്ളാമല്ലോ. ഇപ്പം നമുക്കിതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടാ പോലെ എത്തി. നമ്മൾ ഇവിടുന്ന് വളക്കിതു നേരെ പോന്നു. ഇവിടെ വല്ല ഒളിച്ച് വെച്ചിട്ടുണ്ടോ? അല്ല. ഇവരെവിടെയൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് പറയാൻ പറ്റില്ല ഗൈസ്. നോക്കുതാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചപ്പോൾ എനിക്ക് 3 എണ്ണം കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും നമുക്കതാ നേരെ ഓടിപ്പോവാം. ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കളി തോറ്റുപോയി കാര്യം. എങ്ങനെയാണെന്നറിയാം, എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഗ്ലിച്ചടിച്ചാൽ കണ്ട് നിന്ന് ഒരു പ്രാവശ്യം ഇത് കളിച്ചപ്പോൾ ഈസി മോഡ് ഗൈസ്. ഒരു പ്രാവശ്യം ഹാർഡ് മോഡ് ഭയങ്കര പാടാണ് ഗൈസ്. ഒരു ലെവലെത്തുമ്പോഴേ ഭയങ്കര ലേസറൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് വന്ന് ഇരുന്ന് ഗൈസ്. അവിടെ നമുക്ക് നല്ല സിമ്പിളാണ്ടേ, പക്ഷെ അവർ ഭയങ്കര ഹാർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാർഡ് മോഡിൽ കളിച്ചപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ നേരെ എത്തുമ്പോഴത്തേക്ക് ഇന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് അടിച്ചിട്ടുണ്ട്. നമ്മളിത് ഈ ലെവലിൽ ഇവിടെ ഒത്തിരി ലേസറൊക്കെ വരും ഗൈസ്. ഇത് ഒടുക്കത്തെ പാടാണ് ഉണ്ടാവുന്നത്. ഒടുക്കത്തെ പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്. നമ്മൾ ഈ ഒരു 2 മാസം കൊണ്ട് 2 മാസമല്ല ഗൈസ്, എൻ്റെ അനിയൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് M4 ഗെയിമിങ്. അവൻ ഫ്രീ ഫയർ കോണ്ടൻ്റ് ആണ്. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അയ്യോ ഗൈസ്, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്. ഞാൻ റോബ്ലോക്സ് കളിക്കാൻ തുടങ്ങിയിട്ട് ഇച്ചിരി നാളായുള്ളൂ ഗൈസ്. ഇച്ചിരി തെറ്റൊക്കെ വരും. അയ്യോ ഗൈസ്, അതെന്തുവാണ് ഗൈസ്, നമ്മൾ അതിൻ്റെ ഒരു കുഞ്ഞ് ഗ്യാപ്പിൽ കൂടി അങ്ങ് പോയി. എന്തായാലും നമുക്ക് പൊട്ടേ. അയ്യോ പോലെ തറയിലോട്ട് ഉപ്പ വീണു. ഓക്കെ, നമ്മൾ 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയും 5 എണ്ണം ഉണ്ട് ഗൈസ്. അത് നമ്മൾ എവിടെ നിന്ന് പിടിക്കാനാണ്. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ ചെന്നു ചാടി എത്തി. അയ്യോ എത്തിയില്ല. നമുക്ക് എന്തായാലും എത്താൻ പറ്റുമോ നോക്കാം. എത്തി പയ്യെ അമ്മി ഗൈസ്. ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്ക് നൈസിനങ്ങ് പോയി ഗൈസ്. അയ്യോ
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ പോന്നു എത്തുന്നു. നമ്മളിതാ ഇവിടെ എത്തി ഗായ്സ്. ഞങ്ങൾക്ക് 10 എണ്ണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇപ്പം 5 എണ്ണം കണ്ടുപിടിച്ചില്ലേ ഗായ്സ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 4 എണ്ണേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേത് ഞാൻ കണ്ടില്ല ഗായ്സ്. ഞാൻ ആ ലെവലേ അങ്ങ് പെട്ടെന്ന് ഇത് കളിച്ചങ്ങ് പോയി. ഒരു പ്രാവശ്യം കളിച്ച് നോക്കിയപ്പോഴത്തേക്കും ഗായ്സ്, അതുകൊണ്ട് ഞാനത് കണ്ടില്ല. അതുകൊണ്ട് നമുക്ക് 4 എണ്ണ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഓടിച്ചെന്ന് അയ്യോ ഗായ്സ്, ഇതെനിക്കറിയാം. ചെല്ലുന്നു, ഡ്രോപ്പ്. അയ്യോ അതാ പോയി ഒമ്മി ഗായ്സ്. നിൽക്ക്. ഓക്കെ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തതാ. റീസെറ്റ് പ്ലാൻസ് കൊടുക്കാം. ഇപ്പോൾ അയ്യോ അതാ പോയി. ഓടിച്ചെല്ലുന്നു, ഇവിടെത്തുന്നു, ഇടുന്നു, ഓടിച്ചെല്ലുന്നു, എടുക്കുന്നു, നമ്മൾ എടുക്കുന്നു, പോകുന്നു, തിരിയും, സൈഡ് ഗായ്സ്. അയ്യോ ഷേടാ ഗായ്സ്, എന്ത് പരിപാടിയാണ്. ക്യാമറ ഒന്നും സെറ്റ് ആവുന്നില്ല. ഓക്കെ പോയി. കയറി റീസെറ്റ് പ്ലാൻസ് കൊടുക്കേണ്ടി വരും. നമ്മുടെ പ്ലാൻസ് എല്ലാത്തിൽ നിന്ന്. കാരണം പക്ഷേ അത് പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഓൾറെഡി വെച്ച പ്ലാങ്കും തറയെ പോയ പ്ലാങ്കും എല്ലാം കുഴി വരുമ്പോൾ ദോ ഇരിക്കുന്ന ഗായ്സ് ഒരെണ്ണം. അത് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? അയ്യോ ഗായ്സ്, ഞാനത് ഇപ്പോഴാണ് ഗായ്സ് ശ്രദ്ധിക്കുന്നത്. അയ്യോ അവിടെ തന്നെ ഭാഗ്യം ഗായ്സ്. ഞാനിപ്പോൾ അതെടുത്തു അപ്പുറത്തോട്ട് പോയാൽ ഗായ്സ്. ഇപ്പോൾ നമുക്ക് ഇതാ ഒരെണ്ണം ഒരു 2 എണ്ണം കൂടിയുണ്ട്. എന്തായാലും നമുക്ക് വേണ്ടത്ര ഉണ്ട്. നമുക്ക് ബാക്കി നമ്മൾ 2 എണ്ണം കൊണ്ട് കളഞ്ഞെങ്കിലും നമുക്ക് കറക്റ്റ് എത്ര എണ്ണം വേണോ അത്ര എണ്ണം ഉണ്ട് ഗൈസ്. നമുക്ക് ഒന്നും കൂടി നോക്കട്ടെ. നമുക്ക് ഇച്ചിരി പാടാണ് ഇത് വെക്കാൻ. വെച്ച് യെസ്. എന്നിട്ട് നമുക്ക് ഗൈസ് പോയിട്ട് മാക്സിമം അയ്യോ അത് കുഴപ്പമില്ല ഗൈസ്. നമ്മളെന്തായാലും അവിടെ തന്നെ റിസ്പോണാകാൻ പോകുന്നു. ഓക്കെ, ഇതെടുക്കണം. നമുക്ക് ഒരു വഴിയുള്ളൂ ഗൈസ്. ഇത് തറയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഫ്ലാഗ് എടുക്കത്തില്ല, ഇവിടുത്തെ ഫ്ലാഗ് എടുക്കും. അതും പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്ലാഗ് എടുക്കും. അതും പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ചാവും. എന്തായാലും നമ്മൾ ചാവും. യെസ്. അയ്യോ, ഞാൻ ഇച്ചിരി ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അയ്യോ ഓക്കെ, ഇപ്പം സെറ്റായി ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഇവിടെ പോയി ഇവിടെ ഇച്ചിരി പാടാണ്. ഭയങ്കര സ്പീഡ് നമ്മൾ പോവും. നമ്മൾ അറ്റത്തെത്തുമ്പോൾ ചാടണം ഗൈസ്. അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു തുമ്പിനെങ്ങാണം വെച്ച് പോയാൽ കണ്ടോ ഇങ്ങനെ അങ്ങ് പോയിക്കോളും. ചാടാനും പറ്റത്തില്ല. ഭയങ്കര പാടാണ്. അപ്പം ഗൈസ് നമ്മളിതാ ഇവിടെത്തി യെസ്, നമ്മളങ്ങനെ അത് തീർത്തിട്ടുണ്ട്. എന്തിനാണ് ഗൈസ് അത് നമ്മളത് എവിടെ പോലെ നമുക്കിതാ ഇവിടെത്തി നമ്മളിതാ ഇവിടെ ചാടിപ്പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളിതാ ഇവിടെ ഒരു മണ്ടയ്ക്കോട്ടാണ് ഗൈസ് പോകേണ്ടത്. അത് ഇച്ചിരി നേരം എടുക്കും എന്തായാലും. അവിടെ മരമുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇച്ചിരി പറന്നെത്തണം. സൂപ്പർമാൻ. അപ്പം ഗൈസ് നമ്മളിതാ നേരെ പോന്നു. എത്തി ഗൈസ്. അപ്പം നമ്മളിതാ നേരെ പോയിട്ട് ഈ റെഡ് ഡോറുണ്ട്. ആ റെഡ് ഡോറ് തുറന്നപ്പോഴത്തേക്ക് ഇതെനിക്കറിയാം ഗൈസ്. ഇത് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര പവർ കിട്ടും. നോക്കിക്കോടെ. ഇവിടെ സൂപ്പർമാനായി ഗൈസ്. നമ്മൾ ഭയങ്കര സ്പീഡിൽ പോയി. പക്ഷെ നമ്മൾ ഭയങ്കര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് നേരെ ഇവിടാണ് ഗൈസ് സൂക്ഷിക്കേണ്ടത്. ഞാൻ ഒരു പ്രാവശ്യം പോയി അങ്ങ് ചാകുന്നതായിട്ട്. ഇപ്പോൾ അതാ ഇവിടെ പോയി നമ്മൾ ഏമ്പാക്കമൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എന്തായാലും നേരെ പോയി. ഓക്കെ, അതാ ഗൈസ് നമ്മളെന്തായാലും ഗെയിം തീരാറായി. ഓക്കെ, ഇത് 10 എണ്ണം വേണം. നമ്മുടെ 5 എണ്ണം ഉള്ളു ഗൈസ്. ഒരെണ്ണം എടുക്കാൻ പറ്റില്ല നമുക്ക്. ഓക്കെ ഗൈസ്, റോബോ പെറ്റി. ഇതെനിക്കറിയാം ഗൈസ്. ഇത് വരുമ്പോൾ മാത്രം നമ്മൾ ചാടിയാൽ മതി. പിന്നെ നമ്മുടെ പുറത്തോട്ട് അങ്ങ് ചാടാൻ നോക്കും. അയ്യോ ഗൈസ് അല്ലോ, നമ്മളെ പിടിക്കുമോ ഗൈസ്? നമുക്ക് അറിഞ്ഞുകൂടെ. എന്തായാലും അടുത്ത് നമ്മൾ ഏത് ഗെയിം കളിക്കണമെന്ന് കമൻറ്റ് ചെയ്തേക്കണം ഗൈസ്. ഓക്കെ പർപ്പിൾ തൈലം വരുന്നുണ്ട്. വന്നു. കൊന്നില്ല.
ആ കൊല്ലു ഗൈസ്, ഇപ്പം കൊല്ലാറായി. അയ്യോ 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 അയ്യോ. പച്ചത്തൈലം ഗൈസ്, പച്ചത്തൈലം. ഓക്കെ, ഒരു വേവ് വരുന്നുണ്ട്. ആ തോറ്റില്ല നമ്മൾ ജയിച്ച്, അവർ തോറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ പോന്നു. ഇവിടെ നമ്മളിപ്പോൾ കാറ് കയറി രക്ഷപ്പെടാൻ പോകുന്നു ഗൈസ്. ഇതെന്തുവാ? കൺഫ്യൂസ്ഡ് 667 ആൻഡ് മേരി ഇതുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിതാ വണ്ടി കയറി നേരെ വണ്ടിയും വെച്ച് നമ്മൾ വണ്ടിയും കൊണ്ട് കിൻഡർ ഗാർഡൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിതാ ഇവിടെ നോക്കാം. യു എസ്കേപ്ഡ് ഈസി ഗൈസ്. നമ്മളങ്ങനെ ഈസി ലെവൽ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇത് ബ്രേക്കിംഗ് ന്യൂസ്, IQ 3007 ഹാസ് സക്സസ്ഫുള്ളി എസ്കേപ്ഡ് ബെറ്റീസ് നഴ്സറി. നമ്മളങ്ങനെ നഴ്സറിയിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ജംപാഡ് ജമ്പാട് ഗൈസ്. ഓക്കെ, അയ്യോ ഗൈസ്, നമ്മളിതാ പോകുന്നത്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് വിത്ത് IQ മലയാളി.